നിങ്ങൾക്ക് പനിയാണ്, പനി ഉണ്ടെന്ന് വിചാരിക്കാം. വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനെ അല്ലെങ്കിൽ മാനേജറിനെ അറിയിക്കണം. എന്ത്? എനിക്ക് പനിയാണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല, ഇന്ന് എനിക്ക് ജോലിക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് അയക്കുന്നതെങ്കിൽ ലീവ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വളരെ മനോഹരമായ ഒരു മെസ്സേജ് ഇംഗ്ലീഷിൽ എഴുതി അയക്കാമെന്ന് നോക്കാം. നോക്കിയാലോ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഡിയർ സാർ, പ്രിയപ്പെട്ട സാർ, പ്രിയപ്പെട്ട സാർ. ഇത് എഴുതുന്നതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ എന്ത് നമ്മൾ എഴുതി? ഡിയർ സാർ ഇത്. ഇനി എന്നിട്ട് നമ്മൾ എഴുതാണ്, തുടങ്ങാണ് മെസ്സേജ്. ഐ ആം റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്. ഇതാ കണ്ടോളൂ, ഐ ആം റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്. എന്താർത്ഥം? ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതുകയാണ്. എന്തിന്? നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളെ അറിയിക്കാൻ. അപ്പൊ അറിയിക്കുക എന്താണ്? ഇൻഫോം. അപ്പൊ അറിയിക്കാൻ എന്നാണെങ്കിലോ ടു ചേർക്കുക. അപ്പൊ എന്തായി? ടു ഇൻഫോം. എന്താ കണ്ടോളൂ, ടു ഇൻഫോം, ടു ഇൻഫോം. അപ്പൊ എന്തായി? ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം, ഞാൻ അറിയിക്കാൻ എഴുതുകയാണ്. ആരെ? നിങ്ങളെ. യു. എന്തായി? യു. അപ്പൊ നമ്മൾ മാനേജറോട് പറയണം അല്ലെങ്കിൽ ബോസിനോട് പറയണം. ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു, ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു. എന്താർത്ഥം? ഞാൻ നിങ്ങളെ അറിയിക്കാൻ എഴുതുകയാണ്, അല്ല ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എഴുതുകയാണ്. ഇനി നമ്മൾ ആ മെയിൻ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ദാറ്റ് ജസ്റ്റ് ചേർക്കാം. ദാറ്റ് എന്താണ്? ദാറ്റ്, ദാറ്റ്. ഇവിടെ ദാറ്റിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്, എന്ന് എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ് പറയല്ലേ? അവൻ ഒരു ഡോക്ടറാണെന്ന് അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നാളെ പോകുമെന്ന് അവനോട് പറഞ്ഞു. ആ എന്നുണ്ടല്ലോ, ആ ഒരു എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിൻ്റെ യഥാർത്ഥ ഇത് വരുമ്പോഴും അപ്പം എന്തായി? ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ്. എന്താർത്ഥം? ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എഴുതുകയാണ്. എന്നറിയോ? ദാ ഐ ആം അണേബിൾ. ഇവിടെ ഉണ്ടോ? അണേബിൾ. അണേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നർത്ഥം. എന്താണ്? അണേബിൾ, കഴിയില്ല. ഐ ആം അണേബിൾ, എനിക്ക് കഴിയില്ല. എന്താണ്? ഐ ആം അണേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ ഈ ഐ ആം അണേബിളിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, ഐ കാണ്ട് എന്ന് പറയും. ഐ കാണ്ട് അല്ല, ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. പക്ഷെ ഐ കാണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിനേക്കാൾ ഒന്നും കൂടി പൊളൈറ്റ് കൂടുതലാണത് ഐ ആം അണേബിൾ. കാരണം നമ്മൾ എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്? ബോസിനെ, അല്ലേ? ബോസിനെ അറിയിക്കാൻ അല്ലെങ്കിൽ മാനേജറിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ മാക്സിമം എന്ത് കൊടുക്കണം എന്ന് പറയുക? റെസ്പെക്ട്, മാക്സിമം പൊളൈറ്റ്നെസ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഐ കാണ്ട് എന്നുള്ള അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആണെന്ത്? ഐ ആം അണേബിൾ, ഐ ആം അണേബിൾ ടു. ഓക്കെ, ഐ ആം അണേബിൾ ടു, ടു ചേർക്കാം. ഐ ആം അണേബിൾ ടു. എന്തിന്? ഐ ആം അണേബിൾ ടു കം, വരാൻ കഴിയില്ല എന്നായി, അല്ലേ? ഐ ആം അണേബിൾ ടു കം, എനിക്ക് വരാൻ കഴിയില്ല, എനിക്ക് വരാൻ കഴിയില്ല. എവിടേക്ക് പറയാ? ടു വർക്ക്, ടു വർക്ക്, ജോലിക്ക് എന്നായി. അതുകൊണ്ടോ? ജോലിക്ക്. അപ്പോൾ എന്തായി? ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു, ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എഴുതുകയാണ്. എന്തറിയിക്കാൻ വേണ്ടി അറിയോ? ദാറ്റ് ഐ ആം അണേബിൾ ടു കം ടു വർക്ക്. ഐ ആം അണേബിൾ ടു കം ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ എനിക്ക് കഴിയില്ല എന്നർത്ഥം. എന്താണ്? ഐ ആം അണേബിൾ ടു കം ടു വർക്ക് എന്ന് ടുഡേ എഴുതിയേക്കാം, ടുഡേ എഴുതിയേക്കാം. ടുഡേ, ഇന്ന് എന്നായി. വേണ്ടോ? ഇന്ന് എന്നായി. എന്തായി? ഇന്ന് ജോലിക്ക് വരാൻ എനിക്ക് കഴിയില്ല. എന്താണ്? ഇന്ന് ജോലിക്ക് വരാൻ എനിക്ക് കഴിയില്ല എന്ന് അവിടെ ദാറ്റ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എഴുതുകയാണ് എന്നായി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മീനിങ്. ഒന്ന് വായിച്ചു നോക്കൂ. ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് ഐ ആം അണേബിൾ ടു കം ടു വർക്ക് ടുഡേ. എന്താ കാരണം? അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല, സെന്റൻസ് അവസാനിച്ചിട്ടില്ല. എന്താ കാരണം? അകാരണം പറയുന്നു. കാരണത്തിന് നമുക്കിത് വരാം. ബിക്കോസ് എന്ന് പറയുന്ന വേർഡിനേക്കാൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് കൂടുതലാണ് ആസ്. അപ്പൊ ആസ് എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ എന്താണ് ആസ് വെൽ ബിക്കോസ് എന്നാണ്. ബിക്കോസ് കാരണം. എന്താ കാരണം? കാരണം എനിക്ക് കടുത്ത പനിയാണ്, എനിക്ക് കടുത്ത പനിയാണ് എന്ന് പറയാം. ഐ ഹാവ് എ ഹൈ ഫീവർ. ഒന്ന് ഊന്നി പറയണം.
ലീവ് വേണ്ടേ? ലീവ് കിട്ടാൻ അങ്ങനെ കുറച്ചൊക്കെ തള്ളി പറയണം. ഐ ഹാവ് എ ഹൈ ഫീവർ. ഐ ഹാവ് എ ഹൈ ഫീവർ. എനിക്കെന്താണ്? കടുത്ത പനിയാണെന്നായി. കടുത്ത പനിയാണ്. ഇനി ഒന്ന് രണ്ട് സെൻറ്റൻസ് കൂടി ഒന്ന് തള്ളി പറയാം, ഒന്ന് എക്സ്ട്രാ പറയാം. എന്ത്? ഡോക്ടർ എന്നോട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. ഉള്ളൂ. ദ ഡോക്ടർ, ഇവിടെ ഓക്കെ ആണല്ലോ. ആസ് ഐ ഹാവ് എ ഹൈ ഫീവർ എന്നർത്ഥം. എന്താണ്? ആസ് ആണ് കാരണം കേട്ടോ. കാരണം എനിക്ക് കടുത്ത പനിയാണ് എന്നായി. ഇനി ഒന്ന് പറഞ്ഞു, ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് ഐ ആം അണേബിൾ ടു കം ടു വർക്ക് ടുഡേ ആസ് ഐ ഹാവ് എ ഹൈ ഫീവർ. ഇനി നമുക്കറിയാം, ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ്. ഡോക്ടർ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് എന്നായി. ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ്. എന്തിനു വേണ്ടി? ടു ടേക്ക് റെസ്റ്റ്. ഇവിടെ ഉണ്ടോ? ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ്. ആരെ? മീ ചേർക്കും. എന്തായി? ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് മീ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എന്തിന്? ടു ടേക്ക്, എടുക്കാൻ. ടു ടേക്ക് എടുക്കാൻ. എന്തെടുക്കാന്ന് അറിയോ? റെസ്റ്റ് എടുക്കാൻ. ടു ടേക്ക് റെസ്റ്റ്. എന്ന് പറയാ ടുഡേ. ടു ടേക്ക് റെസ്റ്റ് ടുഡേ. എന്തായി? ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് മീ ടു ടേക്ക് റെസ്റ്റ് ടുഡേ. ഡോക്ടർ എന്നോട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ ഉപദേശിച്ചു അല്ല പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് എന്താ പറയാം? ഇവിടെ നമുക്ക് നിർത്താം. മെസ്സേജിന്റെ അവസാനം അതുകൊണ്ട് ഞാൻ കൈൻഡ്ലി, വിനീതമായി, വിനീതമായി റിക്വസ്റ്റ്, അഭ്യർത്ഥിക്കുന്നു. റിക്വസ്റ്റ് ആരോട്? യു, നിങ്ങളോട്. റിക്വസ്റ്റ് യു. അതുകൊണ്ട് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് മീ, എനിക്ക് തരാൻ. ടു ഗ്രാൻഡ് മീ എന്ന് പറയാം. ടു ഗ്രാൻഡ് മീ ലീവ് ഫോർ ടുഡേ. എന്ത് തരാൻ തരാം? ലീവ്. എന്ത് തരാൻ? ലീവ് തരാം അല്ലേ? അപ്പൊ ഒന്ന് പറയാം. സോ അതുകൊണ്ട് ഐ കൈൻഡ്ലി, ഞാൻ വിനീതമായി, റിക്വസ്റ്റ് യു, നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി അറിയോ? ടു ഗ്രാൻഡ് മീ, കിട്ടാൻ അല്ലെങ്കിൽ തരാൻ, എനിക്ക് തരാൻ. ടു ഗ്രാൻഡ് മീ, എനിക്ക് തരാൻ. എന്ത്? ലീവ് ഫോർ ടുഡേ, ഇന്നത്തേക്ക്. എന്താണ്? ഇന്നത്തേക്ക്. ഫോർ ടുഡേ. ഫോർ ടുഡേ. അപ്പൊ ഇന്നത്തേക്ക് എനിക്ക് ലീവ് തരാൻ ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അവസാനമായിട്ട് ഒരു ലൈനും കൂടെ എഴുതണം. അതാണ് താങ്ക് യു. നിങ്ങൾ നിർബന്ധം എഴുതണം. എന്താ പറയാ? താങ്ക് യു. ഓക്കെ. നിങ്ങൾക്ക് നന്ദി. എന്തിന്? എന്താണ്? പരിഗണിച്ചതിന്. ഫോർ. താങ്ക് യു ഫോർ കൺസിഡറിങ്. എന്ന് വെച്ചാൽ പരിഗണിച്ചതിന്. എന്ത്? മൈ റിക്വസ്റ്റ്, എൻ്റെ അഭ്യർത്ഥന. അപ്പൊ എൻ്റെ അഭ്യർത്ഥന പരിഗണിച്ചതിന് നിങ്ങൾക്ക് നന്ദി. കൺസിഡറിങ് മൈ റിക്വസ്റ്റ്. കണ്ടോ? അല്ല, അതിന് പരിഗണിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്നാലും ജസ്റ്റ് എഴുതുക. ഏതാണ് രീതി? ലാസ്റ്റ് താങ്ക് യു സർ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ റിക്വസ്റ്റ്. എൻ്റെ അഭ്യർത്ഥന പരിഗണിച്ചതിന് നിങ്ങൾക്ക് നന്ദി. ഇങ്ങനെ എഴുതി വിടുകയാണെങ്കിൽ ലീവ് ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എടുത്തോളൂ, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്വയം ഇതുപോലെ ഒരു 4-5 തവണ എഴുതി നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് എഴുതും വരെ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.
ഇത് നമുക്ക് വാട്സപ്പിലൂടെ അല്ലേ, നമുക്ക് പലപ്പോഴും വാട്സപ്പിലൂടെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അല്ല എങ്ങനെയെങ്കിലും നമുക്ക് അല്ലേ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടി വരാറുണ്ട്. അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ്. താങ്ക് യു എവരി വൺ.